ഒരു ക്രിക്കറ്റ് ടീമിൽ ഇത്ര 5 പേരുള്ളൂ. ആ 5 ഇന്ത്യക്ക് മോശമായെന്നാണ് പറഞ്ഞു വരുന്നത്. ICC ചെയർമാൻ ജയിച്ചവരെ കാണുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്നത്. അതെ. ഹായ്, ഹലോ. ഇപ്പൊ പോഡ്കാസ്റ്റ് ഓൺ ദ റോഡ്സില് ഈ ഒരു വീക്ക്ലി പോഡ്കാസ്റ്റിന്റെ 12ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മാർക്ക് അപ്പൊ ഇന്നലെ ശനിയാഴ്ച ഇന്ത്യ ഇംഗ്ലണ്ട് അഞ്ചാമത്തെ മഴ പെയ്തുകൊണ്ട് മാത്രം ഇന്ത്യ 4-0 തോറ്റിരിക്കുകയാണ്. അപ്പോ പിന്നെ എടുക്കേണ്ടത് 1061 ദിവസത്തിന് ശേഷം ഇന്ത്യ 1ാം റാങ്ക് ഉപേക്ഷിച്ചിരിക്കുകയാണ്. ഇംഗ്ലണ്ടാണ് ഇപ്പോ ഫസ്റ്റ് റാങ്ക്. എനിക്ക് സീരീസ് തുടങ്ങുമ്പോഴും ഓർമ്മയുണ്ട്, സ്റ്റാർ സ്പോർട്സിലൊക്കെ മറ്റേ സാധനം വരും, വേൾഡ് റാങ്കിങ് നമ്പർ 1 വേഴ്സസ് നമ്പർ 2. എല്ലാവർക്കും സന്തോഷമായല്ലോ. പിന്നെ നമ്മൾ നമ്പർ 2 ആയി. പിന്നെ അല്ല, എത്ര 3-4 വർഷത്തിന് ശേഷമാണ് നമ്മളിപ്പോ രോഹിത് ശർമ്മയുടെ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ, ഒരുപാട് മാറ്റങ്ങളുണ്ട്. പക്ഷെ അത് ഇതുവരെ T20 ബാധിച്ചിട്ടില്ലായിരുന്നു. എങ്ങനെ വീണാലും ഇന്ത്യ കളി ജയിക്കുമായിരുന്നു. അത് ക്യാപ്റ്റന്റെ മികവാണ് നമുക്ക് പറയേണ്ടത്. പിന്നെ നമുക്കിപ്പോ സീരീസ് നോക്കുകയാണെങ്കിൽ തന്നെ ഇതിന്റെ ഇടയിൽ 2019 ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ 2 സീരീസ് അടുപ്പിച്ച് തോക്കുന്നത്. അതും ഒരു കളി പോലും ജയിക്കാതെ അത് തോക്കുന്നത് വളരെ റയറാണ്. ഇംഗ്ലണ്ട് അതിന് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു കളി പോലും ജയിക്കാതെ തോക്കുന്നത്. അയർലൻഡിലൂടെ സീരീസ് തോൽക്കുന്നു. അയർലൻഡിലൂടെ സീരീസ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് അയർലൻഡ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാത്തവർ കാണുക. അതെ. പിന്നെ പറയാനുള്ളത് എന്താണ്, കഴിഞ്ഞ ഈ സീരീസ് അതിനെപ്പറ്റി എന്തൊക്കെയാണ് ഒറ്റ വാക്കിൽ പറയാൻ പറ്റില്ല, കൂടിപ്പോവും. എന്താണ് ടീമിനെ പറ്റി, ടീം സെലക്ഷൻ നമുക്ക് തുടങ്ങാം. ടീം സെലക്ഷനെ പറ്റി എന്താണ്? ടീം സെലക്ഷൻ എപ്പോഴും ഒരു ട്രോള് വരുന്നതന്നെ ഇപ്പോഴും പറയുള്ളൂ, പരീക്ഷണം. ഇവരെന്താ കെമിസ്ട്രി ലാബാണോ? ആ രീതിയിൽ കുറെ പരീക്ഷണം നടത്തി, കുറെയൊക്കെ വിജയിച്ചായിരുന്നു നമ്മൾ ഏഷ്യ കപ്പ് ടൈമിലൊക്കെ. പക്ഷെ ഏഷ്യ കപ്പിൽ ഒരുപാട് പരീക്ഷണം എല്ലായിട്ടും ഉണ്ട്. അതില് 2-3 പ്ലെയർ വെച്ചുള്ള പരീക്ഷണം. ഇപ്പൊ അതല്ല, ഈ സീരീസിന് ആകെ കളിച്ചു എന്ന് പറയാനായിട്ടുള്ളത് ഇഷാൻ കിഷാൻ കളിച്ചു. ശ്രേയസ് അയ്യർ കുഴപ്പമില്ലാതെ കളിച്ചു. നമ്മുടെ വൈസ് ക്യാപ്റ്റൻ തിലക് വർമ്മ അതെന്നെ ഞെട്ടിച്ചാണ്. അത്യാവശ്യം കഴിവുകൾ ഞെട്ടിച്ചു. 200-300 അടുത്ത് സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു. ഭയങ്കര ഇതാണ്. ഇതൊഴിച്ച് ബാക്കി ആരും കളിച്ചിട്ടില്ല. പിന്നെ നമുക്ക് എല്ലാവർക്കും നല്ല സ്ട്രൈക്ക് റേറ്റ് ഉണ്ടായിരുന്നു ബാറ്റ് ചെയ്ത്. വൈഭവ് ആണെങ്കിലും പക്ഷെ 15 റൺ അടിക്കുന്നുള്ളൂ, ആ ഒരു വിഷയമേ ഉള്ളൂ. ടോപ്പ് ഓർഡർ ഒക്കെ നല്ല സ്ട്രൈക്ക് റേറ്റ്, പക്ഷെ ടോപ്പ് ഓർഡറിന്റെ കോൺട്രിബ്യൂഷൻ 40 റണ്ണോ 50 റണ്ണേ വരുന്നുള്ളൂ. ഏറ്റവും കൂടുതൽ റൺസ് എടുത്തത് ബോളേഴ്സ് ആണെന്ന് തോന്നുന്നു ഈ സീരീസിൽ. എല്ലാവരും കൊടുക്കുന്നിങ്ങനെ ഇംഗ്ലണ്ട് ബോളേഴ്സിനെ അല്ല കേട്ടോ. അതെ, ഇന്ത്യൻ ബോളേഴ്സിനെ മാത്രമാണ് ഞാൻ പറയുന്നത്. പ്രസിദ്ധ് കൃഷ്ണ 2 വിക്കറ്റ്, ടോട്ടൽ 2 വിക്കറ്റ് വീഴ്ത്തിയിട്ടുണ്ട്. നിനക്കറിയോ നമ്മുടെ ടോപ്പ് വിക്കറ്റ് ടേക്കർ ആരാണ്? പ്രിൻസ് യാദവ്. 5 വിക്കറ്റ്. അത് എല്ലാ കളിയും ഇല്ലായിരുന്നല്ലേ? എല്ലാ കളിയും ഇല്ലായിരുന്നു. 3 കളിയിലാണ് 5 വിക്കറ്റ്. ടോപ്പ് വിക്കറ്റ് ടേക്കർ. പിന്നെ അക്സറിനും അധികം കിട്ടിയിട്ടില്ല. ആർക്കും വിക്കറ്റ് അധികം കിട്ടിയിട്ടില്ല. ബാക്കി എല്ലാവരും 2-1 വിക്കറ്റ് വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ ആവറേജ് ഒക്കെ ഭയങ്കര കൂടുതലാണ്, എക്കോണമി കൂടുതലാണ്. എസ്പെഷ്യലി ലാസ്റ്റ് കളി എല്ലാ കളിയിലും ഉണ്ട്. നമ്മൾ ഇന്ന കളി മാത്രം പറയുന്നില്ല. ഇടയ്ക്കുള്ള കളിയിൽ ഇപ്പൊ മെയിൻ ആയിട്ട് 2 ബോൾ 50-60 ബോൾ, ബാക്കി എല്ലാവരും 30-35 റേഞ്ച് ആയിരുന്നു. ലാസ്റ്റ് കളി അങ്ങനെയല്ലായിരുന്നു. ഏറ്റവും കുറവ് 32 ആണെന്ന് തോന്നുന്നു. കഴിഞ്ഞ കളിയിൽ 50-40 56. പിന്നെ നമുക്ക് ടീമിൽ ചെറിയ 3 പ്രശ്നങ്ങൾ നമ്മുടെ ടീമിനുണ്ടായിരുന്നുള്ളൂ. അല്ല, ഇതിന്റെ ഇടയിൽ മറ്റേ കാര്യം ഈ സീരീസിലല്ലേ, നമ്മളെ 17ാമത്തെ ഓവറിന് അത് ബിഷ്ണോയുടെ നമ്മളെ 2-3 കളി 2ാമത്തെ കളി 17ാമത്തെ ഓവറിൽ മഴ ചേസ് ചെയ്ത കളി ഏതാ? 4ാമത്തെ കളിയാണെന്ന് തോന്നുന്നു. 3ആണെന്ന്. എല്ലാ കളിയും തോറ്റുകൊണ്ട് നമുക്ക് എടുത്ത് പറയാൻ കുറച്ച് പാടാണ്. മുമ്പ് അങ്ങനെയല്ലായിരുന്നു, കാരണം ഇന്ത്യ അങ്ങനെ തോക്കാറില്ലല്ലോ. അപ്പൊ അതില് പറഞ്ഞിരുന്നു 17ാമത് എറിഞ്ഞ ഒരു ബോളർ, അയാളാണ് തോറ്റത്. ഞാൻ പേര് പറയുന്നില്ല. ആ ബോളർ കാരണം സീരീസ് തോറ്റത്. സീരീസില്ല, മാച്ച് മാറിയത് അങ്ങനെയാണ്. അത് പിന്നെ പ്ലെയറിന്റെ പേരും കൂടി പറയുന്നില്ല. കാരണം ബാക്കി ജാതകം എല്ലാം പറഞ്ഞ പേര് മാത്രം പറഞ്ഞില്ല. ഒരു ക്യാപ്റ്റൻ വന്ന് അങ്ങനെ പറയേണ്ട കാര്യം. ഇതിനു മുമ്പ് ക്യാപ്റ്റൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ. നമ്മുടെ
പാകിസ്ഥാൻ ബാബർ കിങ്ങാ പറഞ്ഞു. വേറെ ആരും എനിക്ക് പറഞ്ഞത് എനിക്ക് ഓർക്കണില്ല. കിങ് അവിടെ പറഞ്ഞു. പിന്നെ പറയാനുള്ള ക്യാപ്റ്റൻസി, അതായത് ഞാൻ പറയാം 3 കാര്യങ്ങളായിരുന്നു ഇന്ത്യക്ക്, 3 4 കാര്യങ്ങളാണ് ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ മോശമായിട്ട് വന്നത്. 5 കാര്യങ്ങൾ, സോറി 5 കാര്യങ്ങൾ, ഇനി 5. 1 ഇന്ത്യയുടെ ബാറ്റിംഗ്, 2 ഇന്ത്യയുടെ ബോളിംഗ്, 3 ഇന്ത്യയുടെ ഫീൽഡിംഗ്, 4 ഇന്ത്യ ടീം സെലക്ഷൻ. 5 ഒരു ക്രിക്കറ്റ് ടീമിൽ ഇത്ര 5 വരുള്ളൂ. ആ 5 ഇന്ത്യക്ക് മോശമായെന്നാണ് പറഞ്ഞു വരുന്നത്. ഏറ്റവും വലിയ എക്സാമ്പിൾ ആയിരുന്നു കഴിഞ്ഞ 5ാമത്തെ കളി. ടോസ് കിട്ടി ഉടനെ ബോളിംഗ് എടുത്തു. എവിടെ ബാറ്റിംഗ് പിച്ചില്ല. അതാണ് കാരണം. ആലോചിച്ച് നോക്കി, ഒരു ഇന്ത്യൻ ക്യാപ്റ്റന് അങ്ങനെ ടോസ് കിട്ടുന്നതേ അല്ല. ഏറ്റവും കഴിഞ്ഞ 11 കളിയിൽ 12 കളിയിലും ടോസ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ 12 കളിയും തോറ്റിട്ടുണ്ട്. നമ്മളല്ല, ശ്രേയസറിന്റെ ക്യാപ്റ്റൻസി IPL ഇൻക്ലൂഡ് ചെയ്തു. പക്ഷെ അങ്ങനെ സൂര്യയുടെ അതില് ടോസ് ഇല്ല. നമുക്ക് വേറെ ഏത് ക്യാപ്റ്റൻ ടോസ് കിട്ടിയിട്ടുണ്ട്? അതാണ്, ഓരോരുത്തരുടെയും ടോസ് കുറവാണ്. അതുപോലെ തന്നെ ഏതൊരു കളിയില് A ടീമിന്റെ ഇതിലാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പാണ് ഇതുപോലെ ഇന്ത്യ A ടീമിൽ ഗേക്വാദ് എന്തോ കളിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഗേക്വാദിനോട് ചോദിക്കും, ഇപ്പൊ ഇന്ത്യൻ ടീമിന് ടോസ് കിട്ടുന്നില്ലല്ലോ, ഇതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, ഞാൻ ക്യാപ്റ്റൻ ഇത്രയും വർഷം എനിക്ക് IPL പോലും ടോസ് കിട്ടുന്നില്ല, പിന്നെ ഞാൻ എന്ത് പറയാനാ. ഇപ്പൊ A ടീമിന്റെ കാര്യം പറഞ്ഞപ്പോ ഇന്ത്യ വേഴ്സസ് നേപ്പാളിന്റെ ഒരു T20 സീരീസ് ഡിസംബറിൽ വരുന്നുണ്ട്. പക്ഷെ ഇത് ഞാൻ പറഞ്ഞത് ഒരു ഇപ്പോഴത്തെ 6 മാസം മുമ്പൊക്കെ IPL തുടങ്ങുന്നതിന് മുമ്പുള്ള പോഡ്കാസ്റ്റിൽ നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്, ഇന്ത്യ A വെച്ച് ഇങ്ങനെയുള്ള നേഷൻസ് ആയിട്ട് കളിക്കണം, നമ്മുടെ വീഡിയോ ഗ്ലോബലി പോകുന്നുണ്ട് എന്നൊക്കെ തോന്നുന്നു. നമ്മുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രൈ സീരീസ്, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഇത് വെക്കുന്നുണ്ട്. ഏത് പ്രഡിക്ഷൻസ് അല്ല, നമ്മുടെ ഏതൊക്കെ രാജ്യങ്ങൾ കാണുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഞെട്ടും. അത് കണ്ട BCCയിലെ ICC ചെയർമാൻ ജയിച്ചവരെ കാണുന്നുണ്ടെന്നാണ് നമുക്ക് കിട്ടുന്നത്. അതെ, അടിക്കാനാണോ വെട്ടാനാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്, കാണുന്നു. പക്ഷെ നമ്മളിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വച്ചിരുന്നെങ്കിൽ. പക്ഷെ അതുപോലെ വരുന്നുണ്ട്. അപ്പോൾ നല്ലതാണ് വരുന്നത്. അറ്റ്ലീസ്റ്റ് ഇന്ത്യക്കാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. കാരണം 10-15 ടീമിനുള്ള 4 ടീമുള്ള ആൾക്കാരും ഇപ്പോഴും ഉണ്ട്. നമുക്ക് കണ്ടിട്ട് മെയിൻ ടീമിലെല്ലാവരും ഇന്ത്യൻ കയ്യിൽ കളിക്കും. അത് ഗൗതം ഗംഭീറും കൂടി വരികയാണെങ്കിൽ ഓക്കെ, ശുഭം. നേപ്പാളിനോട് നമ്മൾ തോക്കും. അങ്ങനത്തെ അവസ്ഥയിലെ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും നേപ്പാളിൽ വെച്ചാണ് കളി, ഇന്ത്യയിലല്ല. അത് നല്ലൊരു കാര്യം, നേപ്പാളിൽ വെച്ചാണ് കളി. പിന്നെ ക്യാപ്റ്റൻസിയിൽ ഞാൻ എടുത്ത് പറഞ്ഞ എല്ലാവരും ബോളിംഗ് പിച്ചിൽ ബാറ്റിംഗ് എടുക്കാൻ, പക്ഷേ ബാറ്റിംഗ് പിച്ചിൽ എങ്ങനെ ബോളിംഗ്, അതാണ് എനിക്ക് അതും അല്ല തോന്നുന്നത്. ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ അത് ബോളിംഗ് പിച്ചും, ഇന്ത്യ ബോൾ ചെയ്യുമ്പോൾ അത് ബാറ്റിംഗ് പിച്ചാണ്. അത് അല്ലാതെ തോന്നുന്നു. ആകപ്പാടെ കുറച്ചൊരു ഭേദപ്പെട്ട രീതിയിൽ പ്രദീപ് കൃഷ്ണ എറിഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നേ വരെ പ്രദീപ് കൃഷ്ണ ടീമിൽ നിന്ന് മാറിയല്ലേ ടീം രക്ഷപ്പെട്ടു പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. ഇവനും പറയുന്നത് ചെറുതായിട്ട്. പക്ഷേ പ്രദീപ് കൃഷ്ണ അത്യാവശ്യം നന്നായിട്ട് എറിഞ്ഞായിരുന്നു. അത്യാവശ്യം ടൈറ്റ് ചെയ്തായിരുന്നു. ഒരു 2 6 പോയെങ്കിലും ഡൂബയെ 18ാമത്തെ ഓവർ 19ാമത്തെ ഓവർ ഡൂബേനെ കൊണ്ടെറിയും. അത് സാധാരണ അർഷദീപ് അല്ലെങ്കിൽ ഓവർ നേരത്തെ തീർന്നായിരുന്നു. 16 അങ്ങനെ വരേണ്ടത് 3 ഓവർ എറിയിച്ചു. അത് ഡൂബെ വന്നു. എനിക്കൊന്നും ജസി ബൈ വരണം. ഡൂബെ എന്ന് പറഞ്ഞാൽ കളി കയ്യിൽ നിന്ന് പോയും ചരിച്ചു. 2 വിക്കറ്റ് എടുത്തു. 22 റണ്ണ വിക്കറ്റ് പോയി. അല്ലേ, നമ്മളിതില് 3ാമത്തെ ഒരു T20 മാച്ചില് ഫസ്റ്റ് ഓവർ മീഡിനായിരുന്നു. അടുത്ത അതിനുള്ള 2 ഓവർ എനിക്ക് അത്യാവശ്യം പിടിച്ചു. കാരണം അടുത്ത 2ാമത്തെ ഓവർ 10 റണ്ണ്, അടുത്ത 9 റണ്ണ് എന്തോ. 3 ഓവർ 19 ഒരു പവർ പ്ലേയിൽ നല്ലതാണ്. പിന്നെ അങ്ങോട്ട് കളി തീർന്നു. 201 റണ്ണിനാണ് കളി തീർന്നത്. ഇന്ത്യ 125 കളി നോക്കുകയും ചെയ്തു. പക്ഷെ അങ്ങനെ ഒരു വലിയ റൺ മാർജിനിൽ നമ്മളിപ്പോ ഇംഗ്ലണ്ട് ബീറ്റ് ഇന്ത്യ ബൈ 125. പണ്ട് ഇവിടെ ഇന്ത്യ ഇപ്പുറത്ത് വരത്തില്ല, ഇന്ത്യ ഇരുന്ന് ഇപ്പോഴും അതാണ്. ഇത്ര ഒരു വലിയ മാർജിൻ ഇന്ത്യ ആദ്യമായിട്ടാണ്. താങ്ക്സ് ടു ഗൗതം ഗംഭീർ ആൻഡ് സെലക്ടേഴ്സ് ആൻഡ് എസ്പെഷ്യലി നമ്മുടെ ശ്രേയസ് അയ്യർ. പിന്നെ എടുത്ത് പറയാനുള്ളത് അതിന് ശേഷം വന്ന കളി. ഇനി അടുത്ത T20 സീരീസ് വരുന്നത് സിംബാബ്വേയുടെയാണ്. അപ്പോൾ ഈ സീരീസിന് എന്തൊക്കെയാണ് മോശം വന്നത്, അതിനെയൊക്കെ മോശം വന്നെന്ന് പറയാൻ പറ്റില്ല, എന്തൊക്കെയാണ് ഈ കളിയിൽ പാളിപ്പോയത് അതെല്ലാം മാറ്റിയിട്ടാണ് അടുത്ത ടീം സെലക്ഷൻ വന്നിട്ടുള്ളത്. അതുകൊണ്ട് സഞ്ജുവിനെ നേരത്തെ പറഞ്ഞ പോലെ 5 ഫാക്ടർ മാറ്റുന്ന ഫുള്ള് പൊളിക്കേണ്ടി വരും ഇന്ത്യൻ ടീമിന്. പക്ഷെ അങ്ങനെ പറയാൻ പറ്റില്ല. ചിലപ്പോ ഏതെങ്കിലും ഒരു ഇന്ത്യയുടെ ഒരു സ്ട്രാറ്റജി മാറ്റിയാൽ ശരിയാവും, അല്ലെങ്കിൽ ക്യാപ്റ്റൻസിയുടെ എന്തെങ്കിലും ഒരു ഇത് മാറ്റിയ 2 ചേഞ്ചസ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒന്ന് നമ്മുടെ ചീഫ് സെലക്ടർ പിന്നെ നമ്മുടെ ക്യാപ്റ്റൻ ഗൗതം കോച്ച് ഗൗതം. ഈ 2 പേരും മാറിയാൽ തന്നെ പകുതി മാറും. അല്ല, പക്ഷെ ഇത്രയും നാള് ഗംഭീറിന്റെ അണ്ടറിൽ T20 ടീം അടിപൊളിയായിരുന്നു. ഈ T20 ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇത്രയും കാലം ചീത്ത. എന്തൊക്കെ പൊളിഞ്ഞാലും T20 തോക്കണ കളിയാലും ജയിച്ചിട്ടേ ഉള്ളൂ.
കാരണം അതിന് സൂര്യകുമാർ യാദവ് ട്രാൻസിഷൻ എന്ന് നടക്കുന്നു. ഈ ടീം വെച്ച് എക്സ്പീരിയൻസ്ഡ് പ്ലെയേഴ്സ് എന്ന് പറയാൻ കുറവാണ്. അർഷദീപിന് ഫൈനൽ ഓവറിൽ എക്സ്പീരിയൻസ് ഓക്കെയാണ്. കാരണം 3 ഓവറിൽ 50 കൊടുക്കും, ലാസ്റ്റ് ഓവറിൽ 8 റൺ കൊടുക്കും, 58 റൺ. പക്ഷെ നമുക്ക് ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ആയതുകൊണ്ട് നമുക്ക് സിറാജിക്കയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യായിരുന്നു. സിറാജിനെ കൺസിഡർ എക്സ്പീരിയൻസ്, ബുംറയെ കൺസിഡർ ചെയ്തു. അതാണ് റസ്റ്റ് ഒക്കെ മതി. എനിക്ക് ഓടിയ വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് T20 വേൾഡ് കപ്പ് IPL കൂടെ കൂട്ടാം. ടെസ്റ്റിൽ ഇല്ലായിരുന്നു. അയർലൻഡ് T20 ഉണ്ടായിരുന്നു. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ സീരീസ് ഉണ്ട്, അതിലില്ലായിരുന്നു. അല്ല ഇനി ഇത്രയും റെസ്റ്റ് പോകണു. അപ്പൊ അടുത്ത ODI സീരീസ് വരെയാണ്, അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ്. അതിപ്പോ എന്താവും അറിഞ്ഞൂടാ, എന്തായാലും വരുമ്പോ കാണാം. അല്ലാതെ വേറെ ഒന്നും പറയുന്നത്. T20 ഓൾമോസ്റ്റ് സിമിലർ ടീം തന്നെ. സഞ്ജു ഇല്ല, പകരം പ്രഭ് റാൻ ഉണ്ട്. പിന്നെ റാണയില്ല, സുന്ദറും ഇല്ല, പകരം വേറെ 2-3 ഡെബ്യൂൻസ് ഉണ്ട്. യാഷ് താക്കൂർ ഉണ്ട്, അശോക് ശർമ്മ, അങ്ങനെ കുറച്ചുണ്ട്. പുതിയ ആൾക്കാരും വെച്ച് പോയിരിക്കുകയാണ്. നിനക്ക് ഓർമ്മയുണ്ട് അവസാനമായിട്ട് നമ്മൾ സിംബാബ്വേയോട് കളിച്ചത്? അന്ന് മറ്റേ ഇന്ത്യ 2024 എനിക്ക് ആ ഒരു ടൂർണമെന്റ്, ആ ഒരു സീരീസ് തൊട്ടാണ് സഞ്ജു ഒന്ന് ഇന്ത്യൻ സ്ക്വാഡിൽ സ്ഥിരമായി വന്നു തുടങ്ങിയത്. 1 ഡൗൺ ഓപ്പണർ ആ ഒരു പൊസിഷനിലോട്ട് വന്നു തുടങ്ങിയത്. പിന്നെ ഗില്ലിനെ വീണ്ടും കുത്തിക്കയറ്റാൻ തുടങ്ങിയപ്പോഴാണ് പിന്നെ എക്സ്പെരിമെന്റ്. സഞ്ജു ചഹലിന് ശേഷം വരെ കുൽദീപിന് ശേഷം വരെ ഇറങ്ങാനുള്ള പ്ലാനില്ലേ ഏഷ്യ കപ്പിൽ. പിന്നെ വീണ്ടും സഞ്ജു വന്നു. പക്ഷെ ഇന്നലെ ഒന്ന് കളിച്ച് തുടങ്ങിയതാണ്, പിടിച്ച് വന്നിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഔട്ടായി. നിർഭാഗ്യം എന്ന് പറയലോ, എന്താ പറയാ. ഇതൊക്കെയാണ് ക്രിക്കറ്റിനെ പറ്റി നമുക്ക്. നമ്മളിപ്പോ ഇടയ്ക്ക് ഒരു കാര്യം നമ്മൾ പറയാൻ വിട്ടു. വുമൺസ് വേൾഡ് കപ്പ് കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴത്തെയും പോലെ ഒരു പുതുമയില്ല ഞാൻ പറയുന്നില്ല. 7ാമത്തെ ടൈറ്റിലായി ഓസ്ട്രേലിയ കപ്പടിച്ചിരിക്കുകയാണ്. പിന്നെ കഴിഞ്ഞ ആഴ്ച വേറെ സംഭവം നടന്നായിരുന്നു. 3 പേരും കൂടി നമ്മുടെ ഹോൾ ഓഫ് ഫെയിമിൽ കയറിയിട്ടുണ്ട്. ഒന്ന് ഇവിടെ നമ്മുടെ ICC ഹോൾ ഓഫ് ഫെയിമിൽ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട KP നമ്പൂതിരി, കെവിൻ പീറ്റേഴ്സൺ, KP നമ്മൾ വിളിക്കുന്ന നമ്മുടെ കെവിൻ പീറ്റേഴ്സൺ കയറിയിട്ടുണ്ട്. പിന്നെ അഭിമാന നിമിഷമായി നമ്മുടെ ക്യാപ്റ്റൻ സൗരവ് ഗാംഗുലി കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൺസ് ടീമിന്റെ ലെജൻഡറി ക്യാപ്റ്റൻ അഞ്ജും ചോപ്ര കയറിയിട്ടുണ്ട്. സിംബ ബംഗ്ലാദേശില് ഇല്ലല്ല പറഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ്. അതിന് സിംബാബ്വെ ജയിച്ചിരിക്കുകയാണ്. നമ്മുടെ സാം കറന്റെ ബ്രദർ ബെൻ കറൻ സെഞ്ചുറി അടിച്ചു, 111 റൺ. പുള്ളിക്കാരൻ തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച്. ഇവരുടെ കൂടെ നമുക്ക് അടുത്ത സിക്കന്ദർ റാസയുണ്ട്. ചൂടോടെ കിട്ടി ഇന്നലത്തെ വാർത്ത. വിരാട് കോഹ്ലി ഒഫീഷ്യലി കൺഫേംഡ് ആയി, ഇന്ത്യ ഇംഗ്ലണ്ട് ഫിറ്റ്നസ് ആയി. ഇതാണ് നമ്മുടെ ഈ വീക്കില് ക്രിക്കറ്റിനെ പറ്റിയുള്ളത്. ഇനി നമുക്ക് ഫിഫ വേൾഡ് കപ്പ്. ഫിഫ വേൾഡ് കപ്പിൽ ഇപ്പോൾ റൗണ്ട് ഓഫ് 16 കഴിഞ്ഞിപ്പോൾ നമ്മുടെ ക്വാർട്ടർ ഫൈനൽ ഇപ്പോൾ കഴിഞ്ഞു. ക്വാർട്ടർ ഫൈനൽ കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ കളിയിൽ ഫ്രാൻസ് കയറിയിട്ടുണ്ട്. സെമിഫൈനലിൽ കയറി. അടുത്ത 2ാമത്തെ കളിയിൽ സ്പെയിന്. ഇപ്പോ എന്താണ് അത്? എടാ വെള്ളം വേണ്ട നമുക്ക്. പുതിയ ഫ്ലേവർ ഉണ്ട്. എല്ലാവരുടെയും ഫേവറേറ്റ്. അപ്പൊ കുടിച്ചായിരുന്നോ? കുടി സമയമുണ്ട്. നിങ്ങൾക്ക് ഏത് വേണമെങ്കിൽ ഇത് എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. ഫേവറേറ്റ് ആണ്. ഇത് പുതിയതാണ്, ഞാനത് കഴിച്ചിട്ടില്ലായിരുന്നു. വെള്ളം കഴിച്ചിട്ടുണ്ടോ? ഇല്ല. വെള്ളം കഴിഞ്ഞ സമയമുണ്ട്. 3 മിനിറ്റാണ് ഉണ്ടാതിരി. അപ്പം എല്ലാവർക്കും ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ മേടിക്കുക. ഇത് വേറെ ഫ്ലേവേഴ്സ് ഉണ്ട്. എനിക്ക് ഇത്ര കിട്ടിയോളൂ. എന്താ കുടിച്ചായിരുന്നോ? കുടിച്ചായിരുന്നു. ആണോ? ലേസ് ഇല്ലേ നമുക്ക്? സോറി, ഇത് ബ്രേക്കിനുള്ളവർക്കാ. സമയമായി 3 മിനിറ്റ് കഴിഞ്ഞു. 3 അല്ല എന്തൊക്കെയല്ലേ ഫിഫ പറഞ്ഞൊന്നും പറഞ്ഞു. ഇത് കഴിഞ്ഞ കളി എന്തൊക്കെയായി. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്തത് ഇപ്പം അർജന്റീന
ഇംഗ്ലണ്ട്. ഇവര് 4 പേരാണ് കയറിയിട്ടുള്ളത്. ഇപ്പൊ സെമി ഫൈനലിൽ ഇവര് 4 പേര്. അപ്പൊ ഈ 4 പേരിൽ ഇപ്പൊ അടുത്ത ആരൊക്കെ ഫൈനലിൽ പോകുന്നത്? വീണ്ടും കഴിഞ്ഞ വർഷത്തെ പോലെ അർജന്റീന, ഫ്രാൻസ് ആണെന്നാണ് എനിക്ക് കൂടുതൽ തോന്നുന്നത്. പക്ഷെ സ്പെയിന് കൂടുതൽ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം സ്പെയിൻ ആ ഒരു ഇതിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കളിയിൽ കണ്ടവര് പറഞ്ഞത് അർജന്റീനയുടെ കളി ഓക്കെ ജയിച്ചെങ്കിലും അത്ര എടുത്ത് പറയാനുള്ള മാച്ച് അതിന്റെ ഇല്ലെന്നാണ് പറഞ്ഞത്. കണ്ടവര് പറഞ്ഞത്, ഞാനല്ല, കണ്ടവര് പറഞ്ഞതാണ്. ഞാൻ കണ്ടില്ല. ക്വാർട്ടർ ഫൈനലില് ഇപ്പൊ സ്വിറ്റ്സർലാൻഡിൽ ഇപ്പൊ അവരും രണ്ടുപേരും മോശം കളിച്ചുള്ളിൽ താരതമ്യേന നന്നായിട്ട് കളിച്ചത് അർജന്റീനയാണ്. അതുകൊണ്ട് അർജന്റീന കയറി. പിന്നെ അതുപോലെ ഇംഗ്ലണ്ടിനെതിരെ കളിയിൽ അല്ല മതിപ്പോ കഴിച്ചു ഒന്നുകൂടെ കുടിക്കുന്നു. നല്ല ഗ്യാസ് ഉണ്ട്. ആപ്പിളിന്റെ ജ്യൂസാണ്. കുടിക്കുന്നില്ല? മതി. നീ കുടിച്ചില്ലല്ലോ, കുടി. ഫ്രൂട്ടി മാങ്ങ ഇഷ്ടമുള്ളവർക്ക് കുടിക്കാം. എനിക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. എനിക്ക് ആപ്പിൾ ജ്യൂസാണ് ഇഷ്ടം. നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പം ഇതോ കുടിച്ചാ? സത്യം പറ. കുടിച്ചടാ. ഒന്നുകൂടെ കുടിച്ചേ. മതി. കുടിക്കുന്നു. ചുമ്മാ ഇരിക്കണേ. ഇവിടെ ചൂടി. എല്ലാം പറഞ്ഞോളെ. ഫ്രൂട്ടി നിങ്ങൾക്കല്ലെന്ന് പോണില്ലേ? സമയായി. ട്രംപ് വിളിക്കുന്നു. ട്രംപിന്റെ കാര്യം എന്തൊക്കെ കാക്കണമല്ലേ ഒരു വീഡിയോ എടുക്കണമെങ്കിൽ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അതുപോലെ നമ്മള് നേരത്തെ പറഞ്ഞ അർജന്റീന അല്ല ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ അതുപോലെ ഒരു ഗോൾ കിക്ക് അടിച്ചത് എന്താ കേബിൾ തട്ടി താഴെ വീണു. അതിപ്പോ ഗോളിന്റെ 6 പോയില്ലേ സ്പൈഡറൊക്കെ തട്ടി. അതുപോലെ സെയിം ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ ആ ഒരു അറ്റാക്കിന്റെ ബാക്കിയാണ് ഇംഗ്ലണ്ട് ഗോൾ അടിച്ചത്. അപ്പൊ അതിനൊരു ഇതൊന്നപ്പം അവർ റോൾ ബുക്കി പറഞ്ഞുള്ള പിച്ചില് പുറത്തുള്ള എന്ത് സംഭവം നടന്നാലും ശ്രദ്ധിച്ചിരിക്കണം. അവർ പറഞ്ഞ സാധനമാണ് പിച്ചില് നടക്കുമ്പോ പുറത്തുനിന്ന് ആളൊന്ന് ഗോൾ അടിക്കുക, പുറത്തൊരു കാറ്റൊന്ന് അടിച്ചാലും നടക്കണ ശരി, ഓക്കെയാണ്, വീണ്ടും നടത്തും. ഇത് പിച്ചിലല്ല നടന്നത്, ആകാശത്താണ്. അതുകൊണ്ട് ഈ ഗോൾ സ്റ്റാൻഡ് ചെയ്യുന്നതാണ് പറഞ്ഞത്. അതില്ലല്ലോ പിച്ചിൽ നടക്കണ ഇൻവേഷൻ ആകാശത്ത് നടക്കണതില്ലല്ലോ. പിന്നെ അതുപോലെ എടുത്ത് പറയേണ്ട മെയിൻ സാധനമുണ്ട്. ഒരിക്കൽ നമ്മുടെ ഇംഗ്ലണ്ടിലെ ഒരു കളിക്കാരൻ, ഒരു റൈറ്റ് ബാക്ക് ആണെന്ന് തോന്നുന്നു, ഇതാണ് പേര്. അപ്പോൾ പുള്ളിക്കാരൻ റെഡ് കാർഡ് കിട്ടിയിരുന്നു. അപ്പോൾ അതിനെതിരെ അപ്പീൽ പോയിരുന്നു. കാരണം അത് ഫോളോ ത്രൂയിലാണ് കാല് വരെ കൊണ്ടത്. അത് റെഡ് കാർഡ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് 1 മാച്ച് ബാൻ എങ്ങാണ്ട് പോകണം. കാരണം അവർക്ക് പൊട്ടൻഷ്യലി ഹാളിനൂടെയൊക്കെ ഇതിൽ വരുമ്പം കാണാം. അതുപോലെ തന്നെ അടുത്ത കളി ഹാളിനോട് കളി. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞു ഓക്കെ നമുക്കൊന്ന് റിവ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. ഓക്കെ നമ്മുടെ വാർ ഫിഫ എല്ലാവരും കൂടി റിവ്യൂ ചെയ്ത് വീട് നന്നായിട്ട് കടിച്ചു കൊടുത്തു. അവർ പറഞ്ഞു സോറി, ഞങ്ങളിത് നേരെ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്, നമ്മുടെ ഭാഗത്താണ് തെറ്റ്, അതുകൊണ്ട് നിങ്ങൾ 1 മാച്ച് മാറ്റി 2 മാച്ച് ബാൻ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി. ഇതിന്റെ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഇതുപോലത്തെ ഒരു ഇൻസിഡന്റ്, ഇതുപോലത്തെ അല്ല, അമേരിക്കയിൽ US ഒരു ഡിഫൻഡർ ട്രംപ് വിളിച്ചിട്ട് നമ്മൾ റെക്കോർഡ് കിട്ടിയപ്പം ഇതുപോലെ ഫിഫയ്ക്ക് അപ്പീൽ കൊടുത്തു. ആ അപ്പീലില് പറഞ്ഞത് ഓക്കെ 6 മാസത്തെ പ്രൊബേഷൻ പീരീഡ് ഉണ്ട്. ഈ 6 മാസം നമ്മുടെ ഈ കളിക്കാരൻ ഒരു ടാക്കിളൊന്നും ചെയ്തില്ലെങ്കിൽ മര്യാദ നടപ്പാണെങ്കിൽ പുള്ളിക്കാരന് മാച്ച് ബാൻ ഇല്ല. അല്ലാതെ ഈ 6 മാസത്തിന്റെ ഇടയ്ക്ക് എന്തെങ്കിലും ചെയ്താൽ, ടാക്കിൾ ചെയ്താൽ, യെല്ലോ കാർഡ് വരെയാണെങ്കിൽ 2 മാച്ച് ബാന് കിട്ടുള്ളൂ. ഇതെന്താ 2 രീതി? ഇത്രയെങ്കിലും നിങ്ങൾ വേണ്ട പറയണ്ട. ഇങ്ങനത്തെ കുറെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതുപോലെ ഇതുപോലെ ട്രംപിനെ വെച്ച് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ചുറ്റും പരക്കുന്നുണ്ട്. അത് കൂടുതൽ പറയുന്നില്ല ഞങ്ങൾ. ഇപ്പൊ ഇത്രയൊക്കെ എന്തായാലും നടക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ എന്തായാലും ഉടനെ തന്നെ അടുത്ത ആഴ്ച ഇതൊക്കെയാണ് ഈ ആഴ്ച നടന്ന സംഭവങ്ങൾ. അപ്പോ അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അടുത്ത ആഴ്ച കുറെ കാര്യങ്ങൾ നടക്കും. ഇന്ത്യ ഇംഗ്ലണ്ട് ഓഡിയ സെമിഫൈനൽ, ഇതിന്റെ സെമിഫൈനല്, ഫൈനൽ മിക്കവാറും നമ്മള് അടുത്ത ആഴ്ച ആയിരിക്കും വരുന്നത്. കാരണം നമ്മൾ ഞായറാഴ്ചകളിൽ വീഡിയോ ഇട്ടിട്ട് തിങ്കൾ ചൊവ്വായിട്ടാണ് നമ്മൾ വീഡിയോ. അതിന്റെ എന്തെങ്കിലും റിവ്യൂ കാര്യങ്ങളുണ്ടെങ്കിൽ അത് വരും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വീണ്ടും കാണാം. അതുവരെ ബൈ.